ഹലോ, ഉഷാ രവീന്ദ്രൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അമ്മിണി കൊഴക്കട്ട ഉണ്ടാക്കാം. അതിനായിട്ട് സ്റ്റവിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് തിളപ്പിക്കണം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഫുള്ളായിട്ട് അമർത്തി വെച്ച അരിപ്പൊടി ഇട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇടണം. അതിലേക്ക് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ആ വെള്ളം കൊണ്ടുവന്ന് നമ്മൾക്ക് കുറേശ്ശെ ഈ പൊടി നനയ്ക്കാം. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിക്കാവൂ. അതൊഴിച്ച് നന്നായിട്ട് കുഴച്ച് ഒരു ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കണം. ഇത് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കുന്നത്. കുറച്ച് നേരം ചൂട് ആറിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇത് നമുക്ക് ഉരുട്ടാവുന്നതാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. കുറേശ്ശായി ഒഴിച്ച് വേണം ഇത് ഉരുട്ടാൻ. നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ തൂത്തിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കാൻ ശ്രമിക്കാം. ചൂടുള്ളത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നന്നായി കുഴയ്ക്കാം. കുറച്ച് പതുക്കെ കുഴച്ച് നമുക്ക് ഇത് ഉരുളയായി ഉരുട്ടിയെടുക്കാം. അപ്പുറത്തെ പ്ലേറ്റിലിരിക്കുന്നത് കടുകും ചുവന്നമുളകും കരിവേപ്പിലയും നാളികേരവുമാണ്. ഇത് നമുക്ക് വറവിടാനാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കടുകിട്ടതിന് ശേഷം ഉഴുന്നും പിന്നെ കടലപ്പരിപ്പ്, അതിന് ജീരകം ഇതെല്ലാം ഇടാം. നാളികേരം ഇതിലും കൂടുതൽ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇടാം. ഞാൻ മറ്റുള്ള പരിപ്പുകളൊന്നും ഞാൻ ഇടുന്നില്ല. നാളികേരവും വളരെ കുറച്ചാണ് ഇടുന്നുള്ളൂ ആവശ്യത്തിന്. നിങ്ങൾക്കിതൊക്കെ ടേസ്റ്റ് കൂടാൻ വളരെ നല്ലതാണ്. കുറച്ചും കൂടെ അധികം നാളികേരം ഇട്ടാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അതല്ലെങ്കിൽ ഈവനിങ്ങിന് ചായക്കോ നമുക്ക് ഉണ്ടാക്കാം. ഞാനിത് ഈവനിങ് ചായക്കടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ താല്പര്യം പോലെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ചെറിയ കുഞ്ഞു ഉരുളകളാക്കി ഉരുട്ടാം. കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നന്നായിട്ട് നല്ല ഷേപ്പോട് കൂടി ഉരുട്ടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം ഉരുളകളായി ഉരുട്ടാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഉരുട്ടിയതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രം ഇതിൽ വെള്ളമൊഴിച്ച് സ്റ്റവ് ഓൺ ചെയ്ത് എല്ലാം അടുപ്പത്ത് വെച്ച് ഇഡ്ഡലിയുടെ തട്ടുകളിലേക്ക് ഇത് നമുക്ക് പതുക്കനെ എടുത്ത് മാറ്റാവുന്നതാണ്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിക്കാൻ മറക്കണ്ട. ഇഡ്ഡലി തട്ടുകളിലെല്ലാം നല്ലപോലെ എണ്ണയും ഒഴിച്ച് തടവി കൊടുക്കണം. അപ്പോൾ ഈ ഉണ്ടകൾ അതിൽ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി പരിചയമുള്ളതാണല്ലോ. അതിലൊക്കെ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ആ കുഴക്കട്ടകളെല്ലാം കുഞ്ഞു കുഴക്കട്ടകളെല്ലാം എല്ലാറ്റിലേക്കും ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വരെ ഇത് നമുക്ക് നന്നായി വേവിക്കണം. ഉണ്ടകളെല്ലാം നല്ലപോലെ വെന്ത് വരണം. മിനിമം 10 മിനിറ്റെങ്കിലും വേണ്ടി വരും. അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വെന്തതിന് ശേഷം ഇതെടുത്ത് മാറ്റാവുന്നതാണ്. അതിൻ്റെ അടപ്പ് ഉപയോഗിച്ച് ഇത് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. സ്റ്റവ് ഓഫ് ചെയ്യണം. ഓരോന്നും ഒന്നിനോടും ഒട്ടിപ്പിടിക്കാണ്ട് വളരെ നീറ്റായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ എണ്ണ തടവിയിട്ടുണ്ടായിരുന്നല്ലോ തട്ടിൽ. ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് എല്ലാം എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത് കടുക് വറുത്തിടണം. കടുക് വറുത്തിടാനായിട്ട് നമുക്ക് വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് നെയ്യാണോ വെളിച്ചെണ്ണയാണോ, അതും ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏത് ഓയിലാണെങ്കിലും ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 3/4 ടീസ്പൂൺ കടുക് എടുത്തിടണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയം കടുക് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഉഴുന്നോ കടലപ്പരിപ്പോ ജീരകം നിങ്ങൾക്ക് ഏതാണ് താല്പര്യം, ഇത് 3 താല്പര്യമുണ്ടെങ്കിൽ 3 ഇടാം. ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. പിന്നെ ചുമന്ന മുളകും കരിവേപ്പിലയും നാളികേരവും കൂടെ ഇട്ട് നന്നായി ഇളക്കണം. ഈ നാളികേരം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇടാവുന്നതാണ്.
കുറച്ച് കൊഴുക്കട്ടകളേ ഉള്ളൂ. കുറച്ച് നാളികേരം മതിയെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഓരോരോ ഇഷ്ടപ്രകാരം ഇത് ഇടാവുന്നതാണ്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം നന്നായിട്ട് എല്ലാം കുഴക്കട്ടയും നന്നായി വെന്തുണ്ട്. അത് ഇതിലേക്ക് എടുത്തിട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. എല്ലാവരുടെയും ഈ എണ്ണയും മറ്റേ കുഴക്കട്ടയും എല്ലാം ഇതിനോടുകൂടി ചേരട്ടെ. അതിനുശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും പിന്നെ ഒരു കമൻറ്റും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. Bye.